കേരളത്തിൽ മാത്രമാണ് ഈ പ്രശ്നം എന്ന് നമ്മൾ കാണുന്നത് ശരിയല്ല. കാരണം കേരളത്തിൽ ഈ പ്രശ്നത്തിന്റെ ഗൗരവം ഇപ്പോൾ കൂടിയിട്ടുണ്ട്. മയക്കുമരുന്നിന്റെ വ്യാപനം ഉണ്ടാവുന്നുണ്ട്. അത് വളരെ ഗൗരവത്തോടെ തന്നെയാണ് സർക്കാർ കാണുന്നത്. ഇപ്പോഴല്ല, നേരത്തെയും കണ്ടിട്ടുള്ളത്. പക്ഷെ ഇത് ഇവിടെ മാത്രമുള്ള പ്രശ്നമാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നത്തെ ശരിയായിട്ട് അഭിസംബോധന ചെയ്യാൻ കഴിയില്ല. കാരണം കേരളത്തിലേക്ക് വരുന്നത് തന്നെ ഇവിടെ നിന്നാണ്, പുറത്തുനിന്നാണ് വരുന്നത്. അപ്പൊ ഇന്ത്യയിലേക്ക് ഇത് വലിയ തോതിൽ വരുന്നുണ്ട്. ലോകമാകെയുള്ള പ്രശ്നവുമാണ്. യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈംസ് UNODC അവരുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് 2023 2023 UNODCയുടെ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്ത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം 2011 24 കോടിയായിരുന്നുവെങ്കിൽ 2021 ആയപ്പോൾ ഒരു ദശകത്തിനിടയിൽ 29.6 കോടിയായിട്ട് ഉയർന്നു. ഇപ്പോൾ ദയവ് ചെയ്ത് ഇതാകെ ലോകത്താകെയുള്ള പ്രശ്നമാണ്, അതുകൊണ്ട് നമ്മളതിനെ ഗൗരവത്തിലെടുക്കണ്ട എന്ന് മന്ത്രി പറഞ്ഞെന്ന് വ്യാഖ്യാനിക്കരുത്. ഞാൻ അതിൻ്റെ വസ്തുത ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ ഒരു ദശകം കൊണ്ട് ലോകമാകെ 5.56 മില്യൺ ആളുകൾ കൂടുതലായി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരായി മാറി എന്ന് UNODCയുടെ റിപ്പോർട്ടാണ്. അപ്പോൾ അത് കാണിക്കുന്നത് ഇതൊരു ആഗോളമായിട്ടുള്ള പ്രതിഭാസമായിട്ട് മാറിയിട്ടുണ്ട് എന്നതാണ്. ഇനി രാജ്യത്തിന്റെ കാര്യം എടുത്താലോ, ഇന്ത്യയിലും ലഹരിയുടെ ഉപയോഗം ഗണ്യമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് ഈ കാലയളവിൽ. നേരത്തെ തന്നെ ഈ സഭയിൽ ഉദ്ധരിച്ചിട്ടുള്ള റിപ്പോർട്ടാണ്. അതാണ് ഏറ്റവും ഒടുവിലത്തെ പഠനം എന്നതുകൊണ്ടാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് സബ്സ്റ്റൻസ് യൂസ് ഇൻ ഇന്ത്യ 2019 റിപ്പോർട്ടാണ്. അതിൽ ദേശീയ തലത്തിൽ മയക്കുമരുന്ന് ഉപഭോഗത്തിൽ കേരളം ഏറ്റവും പിന്നിലാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. കേരളം ഏറ്റവും പിന്നിലാണ്. ഇതൊരു വസ്തുതയാണ്. ഈ പറയുന്നതിനർത്ഥം നമുക്ക് ആശ്വസിക്കാമെന്നൊന്നുമല്ല. നമ്മുടെ സംസ്ഥാനത്തും ഇതിന്റെ വ്യാപനം കൂടുന്നുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഒരു പരാമർശം നടത്തിയതുപോലെ കേരളം ലഹരിയുടെ കേന്ദ്രമായിട്ട് മാറിയിട്ടില്ല. ഇതിന്റെ വ്യാപനം കൂടുന്നുണ്ട്. കേരളമല്ല ഏറ്റവും കൂടുതൽ ലഹരി ഉപഭോഗം നടക്കുന്ന സംസ്ഥാനം. അപ്പോൾ ലോകത്താകെ ഇതിന്റെ ഉപയോഗം കൂടുന്നു, ഇന്ത്യയിൽ ഇതിന്റെ ഉപയോഗം കൂടുന്നു. അതിനാനുപാതികമായിട്ടല്ലെങ്കിലും കേരളത്തിലും കൂടുന്നുണ്ട് എന്നതാണ് വസ്തുത. കേന്ദ്ര ഗവൺമെന്റിന്റെ PIBയുടെ ഒരു പത്രക്കുറിപ്പുണ്ട്. 2024 25,000 കോടി രൂപയുടെ മയക്കുമരുന്ന് ഇന്ത്യയിൽ പിടികൂടി എന്നാണ്. മോർ ദാൻ 25,000 crore വർത്ത് ഓഫ് ഡ്രഗ്സ് വർ സീസ്ഡ് ഇൻ 2024 ആസ് പാർട്ട് ഓഫ് ദ സീറോ ടോളറൻസ് പോളിസി അഗൈൻസ്റ്റ് ഡ്രഗ്സ്. 2023 എത്രയായിരുന്നു പിടിച്ചത്? 16,100 കോടിയുടെ. അതായത് ഒരു വർഷം കൊണ്ട് ഇന്ത്യയിലാകെ 55% അധികമാണ് മയക്കുമരുന്ന് പിടികൂടിയത് എന്നാണ്. ഇതിൽ കേരളത്തിൽ നിന്ന് പിടികൂടിയതിന്റെ മൂല്യം ആകെ 60 കോടിയുടേതാണ്. 25,000 കോടി ഇന്ത്യയിലാകെ പിടികൂടുമ്പോൾ. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ സംബന്ധിച്ച് ഇത് ഗൗരവമായി കാണേണ്ട കാര്യമാണ്. എന്നാൽ മറ്റെവിടെയുമില്ലാത്തൊരു പ്രശ്നം കേരളത്തിൽ മാത്രം, കേരളം ഇതിൻ്റെ ആകെ തലസ്ഥാനമായി എന്ന് ദയവായിട്ട് വ്യാഖ്യാനിക്കരുത്. വസ്തുതയായിട്ട് മാത്രമേ കാണാവൂ. അതതിൻ്റെ ഗൗരവത്തിൽ കാണുകയും വേണം. ഇതാണ് സമീപനം. ഒരു എൻഫോഴ്സ്മെന്റ് നടക്കുന്നില്ല എന്ന വിമർശനം ഉണ്ടായി. അത് നിർഭാഗ്യകരമാണ്. അങ്ങനെയല്ല വസ്തുത. ഇപ്പോ സ്കൂൾ പരിസരങ്ങളിലെ പരിശോധന 2023 10,761 2024 ആയപ്പോൾ 32,846 പരിശോധനകളാണ്. 3 ഇരട്ടിയായിട്ട് ഒരു വർഷത്തിനിടയിൽ പരിശോധന വർദ്ധിച്ചു. അതിനു പുറമെ കേസുകളുടെ കാര്യം നമുക്കെടുക്കാം. ഇന്ത്യയിൽ ഞാൻ നേരത്തെ പറഞ്ഞു, മൂല്യം വളരെ കുറവാണ് കേരളത്തിൽ നിന്ന് പിടിച്ച മയക്കുമരുന്നിന്റെ. പക്ഷേ കേസിന്റെ എണ്ണവും അറസ്റ്റ് ചെയ്ത ആളുകളുടെ എണ്ണവും വളരെ കൂടുതലാണ്. ഇപ്പൊ പാർലമെന്റിൽ കൊടുത്ത മറുപടിയാണ്. 24,517 പേരെ 2024 അറസ്റ്റ് ചെയ്തു. 24,517 പേര്. പഞ്ചാബ് ഇന്ത്യയുടെ ഡ്രഗ് ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഡ്രഗ് ക്യാപിറ്റൽ എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ അറസ്റ്റ് ചെയ്തത് 9,734 പേരേ ഉള്ളൂ. അതായത്
കേരളത്തിൽ അറസ്റ്റ് ചെയ്തതിന്റെ 1/3 പഞ്ചാബിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ നമ്മുടെ എൻഫോഴ്സ്മെന്റ് എത്രമാത്രം ശക്തമാണ് എന്നാണ് കാണിക്കുന്നത്. 24,517 പേര്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേര് അറസ്റ്റ് ചെയ്ത് നമ്മളാണ്. എന്നാൽ നേരത്തെ പറഞ്ഞല്ലോ മാഗ്നിറ്റ്യൂഡ് ഓഫ് സബ്സ്റ്റൻസ് യൂസ് ഇൻ ഇന്ത്യ റിപ്പോർട്ട്, അതിൽ ഏറ്റവും കുറഞ്ഞ മയക്കുമരുന്ന് ഉപഭോഗമുള്ള സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ആളെ അറസ്റ്റ് ചെയ്യുന്നത് കേരളത്തിലാണ്. പഞ്ചാബിൽ ഇതിന്റെ 1/3 അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ. എൻഫോഴ്സ്മെന്റിന്റെ മികവ് വേറൊരു ഉദാഹരണം പറയാം. കൺവിക്ഷൻ റേറ്റ്. സാർ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതും പാർലമെന്റിലെ മറുപടിയാണ്. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന കൺവിക്ഷൻ റേറ്റ് ഉള്ള സംസ്ഥാനം കേരളമാണ്. 98.9 കേരളത്തിലെ കൺവിക്ഷൻ റേറ്റ്. എൻഫോഴ്സ്മെന്റ് ദുർബലമാണെങ്കിൽ നടക്കും. ഏറ്റവും കൂടുതൽ ആളെ അറസ്റ്റ് ചെയ്യുന്നത് നമ്മൾ, ഏറ്റവും കൂടുതൽ കൺവിക്ഷൻ റേറ്റ് ഉള്ളതും ഇവിടെ കേരളത്തിൽ.